നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മാമിന് പകരം ഞാൻ ആ കുട്ടിയെ കൊണ്ട് തന്നെ പാടിച്ചത്. ഏത് കുട്ടി? രാധിക. അന്ന് മാമിനോടൊപ്പം പാടിയില്ലേ? വിനയ് പ്രസാദിന്റെ കൂടെ വന്ന ആ കുട്ടി മനോഹരമായി പാടി മാം. നമ്മൾ തമ്മിലുള്ള ഇടപാടുകളൊന്ന് സെറ്റിൽ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് ദിവസമായി. അതിനിടയിൽ കാരണങ്ങൾ ഒരുപാട് നിരത്തി. എന്തായാലും ഒരു കാര്യം എനിക്ക് വ്യക്തമായി. അച്ഛന്റെ അസുഖത്തിനെ കുറിച്ചോ അച്ഛന്റെ ജീവനെ കുറിച്ചോ വലിയ ടെൻഷനൊന്നും വരുണിന്റെ ജീവിതത്തിലില്ല. വേണമെങ്കിൽ തർക്കിച്ചോ, ഞാൻ കേട്ടിരിക്കാം. പക്ഷെ അച്ഛനെ പിരിഞ്ഞ് സ്ഥിരമായി വിദേശത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നത് ചെറിയ കാര്യമല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, പോകുന്നെങ്കിൽ മാന്യമായിരിക്കണമെന്ന്. താനെന്താ ഉദ്ദേശിക്കുന്നത്? ബാധ്യതകൾ തീർക്കണം, നമ്മൾ തമ്മിലുള്ള ബാധ്യത. ഞാൻ ചോദിച്ച പണം എന്റെ അക്കൗണ്ടിൽ ഇട്ട് തന്നിട്ട് സന്തോഷമായിട്ട് ഞാൻ പോയിക്കോന്ന് പറഞ്ഞാലേ വരുണിന് പോവാൻ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ ഈ പോക്ക് തടയും. മറ്റുള്ളവരോട് തടയാൻ പറയുകയും ചെയ്യും. അങ്ങനെ തടയുമ്പോ കല്യാണ മണ്ഡപത്തിൽ നടന്ന യാഥാർത്ഥ്യം എനിക്ക് അവരോടും പറയേണ്ടി വരില്ലേ? കൊള്ളാം. കണിമംഗലത്തെ ബിസിനസ്സുകാരനായ അച്ഛന്റെ മകന് ബുദ്ധിയുണ്ട്. ബിസിനസ് സംസാരിക്കാൻ അറിയാം. കല്യാണ മണ്ഡപത്തിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞാലിപ്പോ എന്താ? കണിമംഗലത്തുകാരെ എന്നെ വെറുക്കും. അതല്ലേ എനിക്കും വേണ്ടത്. അവരിറക്കി വിടുന്നതിന് മുൻപ് ഞാൻ ഇറങ്ങാൻ തയ്യാറാ. മോനെ വരുണേ, ഒരുപാട് കളിച്ച് എന്നെ ഒതുക്കി ആ വഴിക്കങ്ങ് പോവാന്ന് കണക്ക് കൂട്ടരുത്. ഇത്രയും കാലം ചിന്തിച്ചതൊക്കെ നടപ്പാക്കാൻ പ്രിയങ്കയ്ക്ക് അറിയാമെങ്കിൽ ഇനി അങ്ങോട്ടും അതൊക്കെ നടക്കും. അതുകൊണ്ട് നന്നായി ആലോചിച്ച് സൂക്ഷിച്ച് തീരുമാനങ്ങൾ എടുക്കണം. ഞാൻ കിടക്കാൻ പോവാ. ഇടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്തണ്ട. നേരം വെളുക്കും വരെ ആലോചിക്കാൻ സമയമുണ്ടല്ലോ. എന്തായാലും അതിനു മുൻപ് തന്നെ പണം എനിക്ക് ട്രാൻസ്ഫർ ചെയ്യണ്ടല്ലോ. അപ്പോ രാവിലെ നമുക്ക് രണ്ടുപേർക്കും സന്തോഷത്തോടെ എഴുന്നേക്കാം. ഗുഡ് നൈറ്റ്. ആ, എന്താ ശ്രീ? മാമിനിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ശ്രീ വരൂ, ഇരിക്കു ശ്രീ. ഞാൻ പോയി ശ്യാമയെ വിളിച്ചോണ്ട് വരാം. ശരി. ഇരിക്കും ഇരിക്കും. മാം, ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ട് ഞാൻ അവിടുന്ന് പോകുന്നതാ. എന്നിട്ട് താൻ എനിക്കൊരു ബുദ്ധിമുട്ടായോ എന്ന് ചോദിക്കുന്നത് ഒരു കടന്ന കൈയല്ലേടോ. ആ പ്രോബ്ലം ഞാൻ പരിഹരിച്ചു. അത് പറയാൻ വേണ്ടിയാ ഞാൻ നേരിട്ട് കാണാൻ വന്നത്. എനിക്ക് തീർത്തും പറ്റാഞ്ഞിട്ടാ. പറഞ്ഞില്ലായിരുന്നു പ്രൊഡ്യൂസറോടും ഡയറക്ടറോടും? അതൊക്കെ പറഞ്ഞു മാം. മാമിന്റെ സിൻസിയറിറ്റി എല്ലാവർക്കും നല്ലവണ്ണം അറിയാവുന്നതല്ലേ. അതുകൊണ്ട് അവർ അതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. പിന്നെ മാമിന് പകരം ഞാൻ ആ കുട്ടിയെ കൊണ്ട് തന്നെ പാടിച്ചത്. ഏത് കുട്ടി? രാധിക. അന്ന് മാമിനോടൊപ്പം പാടിയില്ലേ? വിനയ് പ്രസാദിന്റെ കൂടെ വന്ന ആ കുട്ടി മനോഹരമായി പാടി മാം. ഞാൻ ആ കുട്ടിക്ക് പ്രതിഫലം കൊടുത്തപ്പോ ആ കുട്ടി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ശ്യാമ മേഡത്തിന് പാടാൻ പറ്റാത്തൊരു പാട്ട് പാടിയത് ശ്യാമ മേഡത്തിനോടുള്ള ആരാധനയാണെന്ന്, അതിന് കൂലി വാങ്ങിക്കില്ലെന്ന്. ഒരു കണക്കിന് എനിക്കത് പാടാൻ പറ്റാതിരുന്ന നന്നായി അല്ലേ ചേച്ചി? അവള് വീണ്ടും വന്നല്ലോ. മാം, ഞാൻ ചോദിക്കുന്നുണ്ട് വേറൊന്നും തോന്നരുത്. ആ കുട്ടിയുടെ കാര്യത്തിൽ
ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ സാമ്യമുണ്ട്. കുടുംബപരമായി ബന്ധുവോ മറ്റോ. ശ്രീയോട് ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് പറയാം. ആ കുട്ടിയുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചോ? ഈ ചോദ്യം മാമിൽ നിന്നുണ്ടാവുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വിശദമായിട്ട് ചോദിച്ചു. ശ്രീകൃഷ്ണപുരത്തെ പൂജാരിയുടെ മൂത്ത മകളാണ്. ചേച്ചി, എന്തൊരു അതിശയല്ലേ! ഇതുവരെ നമ്മൾ ചിന്തിച്ചതിനൊക്കെ കൃത്യമായിട്ട് ഉത്തരവായി. താങ്ക് യു ശ്രീ. ആ മോളെ കൊണ്ട് പാടിച്ചതിനും അവളുടെ ഡീറ്റെയിൽസ് എനിക്ക് വേണ്ടി വാങ്ങിച്ചതിലും വളരെ സന്തോഷം. ചേച്ചി, കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. അയ്യോ വേണ്ട മാം, വണ്ടിയിൽ 1-2 പേരൂടെ ഉണ്ട്. ഞങ്ങളൊരു യാത്രയില്ല. ഓ, മാം പെട്ടെന്ന് ഓക്കെ ആവട്ടെ. അടുത്ത റെക്കോർഡിങ്ങിന്റെ കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഓക്കെ ശ്രീ. ഞാൻ ആ കുട്ടിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് മാം, ഇനിയും പാടിക്കാന്ന്. നല്ല സ്വഭാവമുള്ള കുട്ടിയാ, പെരുമാറ്റത്തിലും നല്ല ഐശ്വര്യം. എന്നാ ശരി മാം. ഓ ശരി. ചേച്ചി, ഇപ്പൊ മനസ്സിലായില്ലേ ശ്രീകൃഷ്ണപുരത്തെ ക്ഷേത്രത്തിലേക്ക് നമുക്ക് കൂടെ കൂടെ പോണോന്ന് തോന്നിയത് എന്തിനാന്ന്? ഭഗവാൻ നമ്മളെ അവിടേക്ക് എത്തിച്ചതിന്റെ ഉദ്ദേശം മനസ്സിലായില്ലേ? നമുക്കിപ്പൊ തന്നെ ഒന്ന് വിളിച്ചാലോ? ശ്രീകുമാറിന്റെ നമ്പർ വാങ്ങിക്കാം. ആ, വേണ്ട, വിളിക്കണ്ട. നമുക്ക് നേരിട്ട് പോയി കാണാം. തിരുമേനിയും കാണണം, മോളെയും കാണണം. ഭഗവാനെ, എനിക്ക് കാണിച്ചു തന്നല്ലോ അവളെ. ഇതിലും സന്തോഷം വേറെ തരാനില്ല. കഷ്ടപ്പാടിന്റെ അവസാനം തന്ന അനുഗ്രഹം തന്നെയായത്. സർ, ഞാൻ നമ്മുടെ മോളുടെ അടുത്തെത്തി. ഇനി ഞാൻ അവളെ കാണാൻ പോവാ. ഞാൻ അവളോട് അഖിൽ സാറിനെ കുറിച്ച് പറയും. മോളെ കുറിച്ച് അഖിൽ സാർ കണ്ട സ്വപ്നങ്ങളെ കുറിച്ച് പറയും. നമുക്ക് അവളെ സ്നേഹിക്കാൻ പറ്റാതെ പോയ കാര്യവും ഞാൻ പറയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.